കർണാടക സംഗീതം വീണയിൽ കൂടി എങ്ങനെ വായിക്കുക അല്ലെങ്കിൽ അവതരിപ്പിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. ഈ വീണയുടെ പേര് സരസ്വതി വീണ എന്നാണ്. ഇത് കൂടാതെ ഗായത്രി വീണ എന്നും രുദ്രവീണ എന്നും വേറെ 2 തരം വീണയുണ്ട്. ഈ സരസ്വതി വീണയിൽ കർണാടക സംഗീത പാഠങ്ങൾ, ആദ്യ പാഠങ്ങൾ എങ്ങനെയാണ് വായിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒന്നുകൂടി പറയാം. വലത് കൈയിൻ്റെ ചൂണ്ടുവിരലും നടുവിരലും വെച്ച് ഈ ബ്രിഡ്ജിൻ്റെയും ഈ അവസാനത്തെ മെറ്റിൻ്റെയും ഏകദേശം നടുഭാഗത്ത് മാറി മാറി മീട്ടുക. ഇതാണ് സരസ്വതി വീണ മീട്ടേണ്ട രീതി. കൈയിൻ്റെ ഈ ഭാഗം ഈ വലിയ കുടത്തിൻ്റെ ഈ വളവിൽ അതിൻ്റെ അവിടെ റെസ്റ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് വിരലെല്ലാം തുറന്ന് വയ്ക്കുക. ഈ തള്ളവിരൽ ഉള്ളിലേക്ക് പോകാതെ ശ്രദ്ധിക്കുക. ഈ 2 വിരൽ കൊണ്ട് മാറി മാറി മീട്ടുക. ഈ മീട്ടുമ്പോൾ ഈ കമ്പി നമുക്ക് താഴോട്ടേക്ക് ഇങ്ങനെയാണ് മീട്ടേണ്ടത്. ഇങ്ങനെ വലിക്കോ അല്ലെങ്കിൽ വല്ലാതെ അമർത്തിയിട്ടോ മീട്ടരുത്. ജസ്റ്റ് ഇങ്ങനെ മീട്ടിയാൽ മതി. അതാണ് വീണയുടെ ഏറ്റവും നല്ല ശബ്ദം. ഈ വിരൽ കൊണ്ട് മാറി മാറി മീട്ടുക. ഇതാണ് വീണ മീട്ടേണ്ട രീതി. ഇനി ഈ താഴെയുള്ള 3 കമ്പികൾ താള കമ്പികളാണ്. നമ്മുടെ വലത് കൈയിൻ്റെ ചെറുവിരൽ കൊണ്ട് മുകളിലേക്ക് മീട്ടുമ്പോഴാണ് ഈ 3 കമ്പി ഒന്നിച്ച് താളം നമുക്ക് കേൾക്കുക. ഇങ്ങനെ അപ്പോൾ മീട്ടും താളവും ഒന്നിച്ച് വരുന്ന സ്ഥലങ്ങളിൽ, അതായത് ഒരു താളത്തിൻ്റെ തുടക്കം ചൂണ്ടുവിരൽ കൊണ്ട് ഈ കമ്പി താഴോട്ടേക്കും ചെറിയ വിരൽ കൊണ്ടും ഈ 3 കമ്പിയും മുകളിലേക്കും ഒന്നിച്ച് പോവുക ചെയ്യുക. അങ്ങനെയാണ് താളം ഇടുക. പിന്നെ മാറി മാറി നീട്ടുക. ഇങ്ങനെ. ഇത് നമ്മൾ ആദ്യ പാഠങ്ങളിൽ ആദി താളം എന്നുള്ള താളത്തിലാണ് സരളി വരിശകളും ജണ്ട വരിശകളും മധ്യസ്ഥായി വരിശകൾ എന്ന് 3 പാഠങ്ങൾ പഠിച്ചു. ഇതെല്ലാത്തിനും ആദി താളം എന്ന് പറയുന്നത് 8 അക്ഷരത്തിൻ്റെ ഒരു ലഘു, അതായത് ഒരു അടിയും പിന്നെ ചെറുവിരൽ കൊണ്ട് ഈ 3 വിരൽ എണ്ണുക. ഇങ്ങനെ 4, ഒരു വിരലിന് 2 അക്ഷരം വെച്ചിട്ട് 8 അക്ഷരം. സ രി ഗ മ പ ദ നി സ. ഇതിന് ശേഷം ധൃതം എന്ന് പറയുന്ന ക്രിയ സ നി ദ പ, ഇതൊരു ധൃതം. പിന്നെ മാ ഗ രി സ, ഇതൊരു ധൃതം. അതായത് 8ഉം 4ഉം 4ഉം 1 2 3 4 5 6 7 8 1 2 3 4 1 2 3 4. ഇതാണ് ആദിതാളം. ഈ ക്രമത്തിലാണ് നമ്മൾ താളം ഇടുന്നത്. എവിടെ നിന്നാണോ അടി വരുന്നോ അവിടെ ചെറിയ വിരലിൻ്റെ നഖം കൊണ്ട് താളക്കമ്പി മുകളിലേക്ക് മൂട്ടുക. അപ്പോൾ സ രി ഗ മ പ ദ നി സ സ നി ദ പ മ ഗ രി സ. ഇത് വീണയിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് ഒരു താളവട്ടം.
ഒന്നുകൂടി കാണിക്കാം. സ രി ഗ മ പ ദ നി സ സ നി ദ പ മ ഗ രി സ. ഇങ്ങനെയാണ് ആദി താളം വീണയിൽ താളത്തോടു കൂടി മീട്ടുക. ഇനി ഇത് സ്വരസ്ഥാനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഇപ്പം മീട്ട് മാത്രമാണ് നമ്മൾ ചെയ്തത്. സ്വരസ്ഥാനം സരിഗമ പദനിസ വായിക്കുമ്പോൾ ഇടത്ത് കൈയിൻ്റെ ചൂണ്ടുവിരലും നടുവിരലും ഈ ഫസ്റ്റ് ജോയിൻറ്റ്സ് ഇങ്ങനെ വെച്ച് നിർത്തി വായിക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഈ ഇടത്ത് കൈയിൻ്റെ 2 വിരൽ ഓരോ ഈ മെറ്റിൻ്റെ നടുക്ക് ഒന്നിച്ച് അമർത്തി വെച്ചിട്ട് മീട്ടണം. എന്നാലേ ഈ സ്വരം കേൾക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ വെറുതെ മീട്ടിയ സ ആണ്. ഈ ആദ്യത്തെ മെറ്റാണ് റി. ഇത് ആരോഹണം വായിക്കുമ്പോൾ 2 വിരലും ചേർത്ത് വെച്ച് വായിക്കും. അവരോഹണം വായിക്കുമ്പോൾ അടുത്തടുത്ത സ്വരങ്ങൾ, ഇപ്പോൾ സായും നീയും അടുത്തടുത്ത സ്വരങ്ങളാണ്. അതിൽ നമ്മൾ ഈ 2 വിരലും പിരിച്ച് വെച്ച് വായിക്കും. അതായത് നടുവിരൽ സാലും ചൂണ്ടുവിരൽ നീലം വെക്കും. എന്നിട്ട് വായിക്കുക. അതുപോലെ ദാ പ, പിന്നെ മാ ഗ. ഇങ്ങനെയാണ് വീണയിൽ ആദ്യ പാഠങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വലത്ത് കൈയിൻ്റെ 2 വിരൽ വെച്ച് മാറി മാറി മീട്ടുക. ചെറിയ വിരലിൻ്റെ നഖം കൊണ്ട് താളക്കമ്പികൾ മുകളിലേക്ക് മീട്ടുക. ഇടത്ത് കൈയിൻ്റെ 2 വിരലും ആരോഹണ ക്രമം വായിക്കുമ്പോൾ ചേർത്ത് വയ്ക്കുക. അവരോഹണം വായിക്കുമ്പോൾ അടുത്തടുത്ത സ്വരങ്ങൾ പിരിച്ചു വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് 8, 4, 4 എന്നുള്ളതിനെ താളം കൂടിയിട്ട് വായിക്കുക. ഒന്നുകൂടി വായിക്കാം. ഇതാണ് വീണ വായിക്കേണ്ട രീതി. അതായത് സരസ്വതി വീണ മടിയിൽ ഇങ്ങനെ വെച്ച് വായിക്കേണ്ട രീതിയാണിത്. ഇതിൽ സ്വരങ്ങളുടെ ക്രമവും മീട്ടുന്ന രീതി, ആരോഹണക്രമം അവരോഹണക്രമം വായിക്കുന്ന രീതി, 8, 4, 4 സ്വരങ്ങൾക്ക് താളമിടുന്ന രീതി, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ആദ്യ പാഠങ്ങൾ വായിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വായിച്ചത് 8, 4, 4 എന്നുള്ളത് 1-ാം കാലമായിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2-ാം കാലം എന്ന് വെച്ചാൽ ഒരു വിരലിന് 2 അക്ഷരത്തിന് പകരം 4 അക്ഷരം വെച്ച് വായിക്കണം. അതായത് താളത്തിൻ്റെ സമയത്തിൻ്റെ അളവ് മാറ്റാതെ ഒരു വിരലിന് ആ ഗ്യാപ്പിൽ 4 അക്ഷരം വായിക്കണം. ഇപ്പോൾ സ രി ഗ മ പ ദ നി സ, ഇതിന് പകരം സ രി ഗ മ പ ദ നി സ സ നി ദ പ മ ഗ രി സ. ഇതിനാണ് 2-ാം കാലം എന്ന് പറയാം. അപ്പോൾ ഞാൻ 1-ാം കാലവും 2-ാം കാലവും വായിക്കാം. 1-ാം കാലം വായിക്കുമ്പോൾ 8, 4, 4 ആണ് താളം വരിക. അതിൻ്റെ ഇരട്ടയാണ് 2-ാം കാലം. അപ്പോൾ
16ഉം 8ഉം 8ഉം അക്ഷരങ്ങൾക്ക് താളം വരണം. ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് ഒന്നാം കാലം. ഇതാണ് രണ്ടാം കാലം. ഇതാണ് നമ്മൾ സരസ്വതി വീണ വായിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ശ്രദ്ധിക്കേണ്ടതും പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ. ഇത് കൃത്യമായിട്ട് തന്നെ മാറി മാറി മീട്ടുക, താളം ഇടുക, ഇടത്ത് കൈയിൻ്റെ വിരൽ കൊണ്ട് ആരോഹണക്രമം വായിക്കുമ്പോൾ ചേർത്ത് വയ്ക്കലും അവരോഹണക്രമം വായിക്കുമ്പോൾ പിരിച്ചു വയ്ക്കലും, താളം ഇടേണ്ട സ്ഥലവും, പിന്നെ ഈ സ്വരസ്ഥാനങ്ങളും, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ ഇതുവരെ പഠിച്ച ആദ്യ പാഠങ്ങൾ, അഭ്യാസ ഗാനങ്ങളിൽ ആദ്യ പാഠമായ സരളി വരിശകൾ നമുക്ക് വായിച്ച് നോക്കാം. അഭ്യാസ ഗാനങ്ങളിൽ ആദ്യ പാഠമായ സരളി വരിശകളാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. ഈ സരളി വരിശകൾ 14 എണ്ണം, ആദ്യത്തെ 7 എണ്ണം, പിന്നെ 4 എണ്ണം, പിന്നെ 3 എണ്ണം, ഇങ്ങനെ 3 പാർട്ടായിട്ടാണ്. ഈ 14 എണ്ണം നമ്മൾ ഒന്നിച്ച് വായിക്കും. ഒന്നാം കാലം ഒരു പ്രാവശ്യവും രണ്ടാം കാലം 2 പ്രാവശ്യവും, അങ്ങനെ ഓരോ സ്വരവും ഒന്നാം കാലം രണ്ടാം കാലമായിട്ട് വായിച്ചു പോകും. 14 എണ്ണം സരളി വരിശകളാണ് അഭ്യാസ ഗാനങ്ങളിൽ ആദ്യ പാഠം.